നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ച പുനരാരംഭിക്കാൻ വഴിയൊരുങ്ങുന്നു. അമേരിക്കൻ ഉദ്യോഗസ്ഥൻ ചർച്ചയ്ക്കായി ഇന്ത്യയിലെത്തും. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാനാകില്ലെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം. ദോഹ ആക്രമണത്തിൽ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇസ്രയേലിന് രൂക്ഷ വിമർശനം. അറബ് മേഖല ഇസ്രയേലിന്റെ സ്വാധീനത്തിൽ വരില്ലെന്നും നെതന്യാഹുവിന്റേത് വ്യാമോഹമെന്നും ഖത്തർ അമീർ. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി നാളെ ദോഹയിൽ. UAE-യിലെ സ്വകാര്യ മേഖലയിൽ പൗരന്മാരുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച നാഫിസ് പദ്ധതി വൻ വിജയമായെന്ന് റിപ്പോർട്ട്. 4 വർഷം പൂർത്തിയാകുമ്പോൾ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന എമിറാത്തികളുടെ എണ്ണം 1,52,000-ത്തിലധികം. സൗദിയിലെ ജിസാൻ പ്രവിശ്യയിലെ ബനിമാലിക്കിൽ വാഹനാപകടം. 4 അധ്യാപികമാരും ഡ്രൈവറും മരിച്ചു. അപകടമുണ്ടായത് കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ്. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരം. പോലീസ് അതിക്രമങ്ങളിൽ മൗനം വെടിഞ്ഞ് മുഖ്യമന്ത്രി. പുറത്തുവന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് LDF യോഗത്തിൽ വിശദീകരണം. പഴയ കേസുകൾ കുത്തിപ്പൊക്കുന്നുവെന്ന് TP രാമകൃഷ്ണൻ. KSU നേതാക്കളെ മുഖം മൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ വടക്കാഞ്ചേരി SHO UK ഷാജഹാനെ സ്ഥലം മാറ്റി. ഏഷ്യാകപ്പിൽ UAE-ക്ക് വിജയം. ഒമാനെതിരായ ജയം 42 റൺസിന്. ഏഷ്യാകപ്പിലെ മാച്ച് റഫറിയെ മാറ്റണമെന്ന ആവശ്യവുമായി പാകിസ്ഥാൻ. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാൻ വഴിയൊരുങ്ങുന്നു. അമേരിക്കൻ പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് ചർച്ചയ്ക്കായി ഇന്ത്യയിലെത്തും. ഉഭയകക്ഷി വ്യാപാര കരാറിലെ 6ാം വട്ട ചർച്ചകൾക്ക് മുന്നോടിയായാണ് അമേരിക്കൻ പ്രതിനിധി എത്തുന്നത്. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിനായി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അടക്കമുള്ളവർ അമേരിക്കയിലെത്തി ചർച്ച നടത്തിയിരുന്നു. അതിനിടെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ചോളം വാങ്ങിയില്ലെങ്കിൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാനുള്ള ഒരു ശ്രമവും നടപ്പാകില്ലെന്ന മുന്നറിയിപ്പുമായി റഷ്യ. ഇന്ത്യയുമായുള്ള ബന്ധം സുസ്ഥിരമായി മുന്നോട്ടു പോകുന്നതാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഭീഷണികൾക്ക് വഴങ്ങാതെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഇന്ത്യയെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രശംസിച്ചു. സുസ്ഥിരവും ആത്മവിശ്വാസത്തോടെയും മുന്നേറുന്നതാണ് ഇന്ത്യ റഷ്യ ബന്ധമെന്നും അതിനെ തകർക്കാനുള്ള എല്ലാ നടപടികളും പരാജയപ്പെടുമെന്നും സർക്കാർ മാധ്യമമായ റഷ്യൻ ടൈംസിലൂടെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. അധിക തീരുവ ചുമത്തിയിട്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്ന ഇന്ത്യക്ക് മേൽ US തീരുവയ്ക്ക് സമാനമായി ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താൻ മറ്റു രാജ്യങ്ങളുടെ മേൽ ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് ഇന്ത്യയെ പ്രശംസിച്ച് റഷ്യ രംഗത്തെത്തിയത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ US-ൽ നിന്നും NATO രാജ്യങ്ങളിൽ നിന്നും നിരന്തരമായ സമ്മർദ്ദമുണ്ടായിട്ടും നിലപാടിൽ നിന്ന് ഇന്ത്യ പിന്നോട്ടു പോകാത്തതിനെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രശംസിച്ചു. ഇന്ത്യയും റഷ്യയുമായുള്ള പങ്കാളിത്തം പരമാധികാരത്തിന്റെ മൂല്യത്തിനും ദേശീയ താൽപര്യങ്ങൾക്കുമാണ് മുൻഗണന നൽകുന്നതെന്ന് റഷ്യ പറഞ്ഞു. ഇന്ത്യയുടെ കാഴ്ചപ്പാട് ദീർഘവീക്ഷണമുള്ളതും നയതന്ത്രപരമായ ബന്ധങ്ങളെ പിന്തുണയ്ക്കുന്നതാണെന്നും റഷ്യ കൂട്ടിച്ചേർത്തു. അമേരിക്ക റഷ്യയിൽ നിന്ന് ആണവ വ്യവസായത്തിനായി യുറേനിയം ഹെക്സാഫ്ലൂറൈഡ്, വൈദ്യുത വ്യവസായത്തിനുള്ള പലേഡിയം, വളങ്ങൾ, രാസവസ്തുക്കൾ എന്നിവ ഇറക്കുമതി ചെയ്യുന്നത് തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിടുന്നത് ന്യായീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്നും റഷ്യ വ്യക്തമാക്കുന്നു. ഏതൊരു സമ്പദ് വ്യവസ്ഥയും പോലെ ഇന്ത്യയും ദേശീയ താൽപര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും റഷ്യ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് അമൃത TV. ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ വിളിച്ചു ചേർത്ത അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ തുടങ്ങി. ഇസ്രായേലിന്റെ നീക്കത്തെ സംബന്ധിച്ച് രൂക്ഷ വിമർശനമാണ് ഉച്ചകോടിയിൽ വിവിധ നേതാക്കൾ ഉന്നയിച്ചത്. ഹമാസ് നേതാക്കളെ വധിക്കാനായിരുന്നു ലക്ഷ്യമെങ്കിൽ മധ്യസ്ഥ ചർച്ച എന്തിനെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ താനി ഉച്ചകോടിയിൽ ചോദിച്ചു. അറബ് സമാധാന നീക്കങ്ങൾ ഇസ്രായേൽ അംഗീകരിച്ചിരുന്നുവെങ്കിൽ അത് മേഖലയെ നിരവധി ദുരന്തങ്ങളിൽ നിന്നും ഒഴിവാക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിനും ഇസ്രായേൽ ആക്രമണത്തെ നേരിടുന്നതിനും ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും ഖത്തർ അമീർ വ്യക്തമാക്കി. ഗസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധം ഉന്മൂലനാശത്തിനുള്ള യുദ്ധമായി മാറിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഉച്ചകോടിയിൽ സംസാരിച്ച വിവിധ നേതാക്കളും ഇസ്രായേലിന്റെ നടപടിയെ രൂക്ഷമായി വിമർശിച്ചു. ഖത്തർ അമീറിന് പുറമെ UAE വൈസ് പ്രസിഡന്റ്, തുർക്കി, ഈജിപ്ത് പ്രസിഡന്റുമാർ, കുവൈറ്റ് കിരീടാവകാശി, ഒമാൻ ഉപപ്രധാനമന്ത്രി, സിറിയൻ ഇടക്കാല പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്ര നേതാക്കളും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ, അറബ് ലീഗ് നേതാക്കളുമാണ് അടിയന്തര ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. കസ്റ്റഡി മർദ്ദനത്തിലും പോലീസ് അതിക്രമത്തിലും ഒടുവിൽ മൗനം വെടിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുറത്തുവന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമെന്ന് LDF യോഗത്തിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതേസമയം പഴയ കേസുകളാണ് കുത്തിപ്പൊക്കുന്നത് എന്നാണ് LDF കൺവീനറുടെ പ്രതികരണം.
യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കസ്റ്റഡിയിൽ മർദ്ദിക്കുന്ന പോലീസിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ലോക്കപ്പ് മർദ്ദനങ്ങളുടെയും പോലീസ് അതിക്രമങ്ങളുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോന്നായി വന്നത്. എന്നാൽ പോലീസിന്റെ വീഴ്ച തുടർക്കഥയായിട്ടും മുഖ്യമന്ത്രി മൗനത്തിലായിരുന്നു. സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമായ വേളയിലും ഒരു വാർത്താക്കുറിപ്പിറക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഇടതുമുന്നണി യോഗത്തിൽ ഇതിൽ വിശദീകരണം നടത്തിയ മുഖ്യമന്ത്രി ഒറ്റപ്പെട്ട സംഭവമെന്നാണ് വ്യക്തമാക്കിയത്. ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിക്കുന്നുവെന്നാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി LDF യോഗത്തിൽ വിശദീകരിച്ചത്. 40 മിനിറ്റ് നേരം മുഖ്യമന്ത്രി വിശദീകരണം നൽകിയെന്നാണ് വിവരം. അതേസമയം പഴയ കേസുകൾ കുത്തിപ്പൊക്കുന്നുവെന്നാണ് LDF കൺവീനറുടെ പ്രതികരണം. ഇനിയിപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള കേസാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടതെങ്കിലും കാരണക്കാരായി ആരോപണ വിധേയരായിട്ടുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള നടപടി സ്വീകരിച്ചില്ലേ? ഒരു കാരണവശാലും പോലീസ് മർദ്ദനത്തെ ന്യായീകരിക്കാനോ പോലീസ് ലോക്കപ്പുകൾ മർദ്ദന കേന്ദ്രങ്ങളാക്കി മാറ്റാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അനുവദിക്കില്ല. സഭാ സമ്മേളനം തുടങ്ങിയ വേളയിൽ പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയം പോലും ലോക്കപ്പ് മർദ്ദനമെന്നിരിക്കെ ഇതേ നിലപാട് തന്നെയാകും നിയമസഭയിലും മുഖ്യമന്ത്രി സ്വീകരിക്കുക എന്ന് ഉറപ്പായി കഴിഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. UAE-യിലെ സ്വകാര്യ മേഖലയിൽ പൗരന്മാരുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച നാഫിസ് പദ്ധതി വൻ വിജയമായെന്ന് റിപ്പോർട്ട്. പദ്ധതി 4 വർഷം പൂർത്തിയാകുമ്പോൾ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന എമിറാത്തികളുടെ എണ്ണം 1,52,000-ലേറെയാണ്. 29,000 സ്ഥാപനങ്ങളിലായി 1,34,000-ലേറെ സ്വദേശികളാണ് നാഫിസ് പദ്ധതി ആവിഷ്കരിച്ചതിന് ശേഷം സ്വകാര്യ മേഖലയിൽ ജോലി നേടിയത്. നാഫിസ് പദ്ധതി പ്രകാരം ജോലി നേടിയവരിൽ 75,600 പേർ സ്ത്രീകളാണ്. 32,400 സ്വദേശി പുരുഷന്മാരും UAE-യിലെ സ്വകാര്യ മേഖലയിൽ തൊഴിൽ നേടി. സ്വകാര്യ മേഖലയിൽ പൗരന്മാർക്ക് ജോലി നേടുന്നതിനായി നിശ്ചിത വേതനം, പെൻഷൻ എന്നീ സാമ്പത്തിക പിന്തുണ, പരിശീലന പരിപാടികൾ, അപ്രന്റീസ് പ്രോഗ്രാമുകൾ തുടങ്ങിയ തൊഴിൽ പിന്തുണ തുടങ്ങി വിവിധ പദ്ധതികൾ അടങ്ങിയതാണ് UAE നടപ്പാക്കുന്ന നാഫിസ് പ്രോഗ്രാം. അർഹരായ പൗരന്മാർക്ക് വിദേശ രാജ്യങ്ങളിൽ പരിശീലനം, ഹെൽത്ത് കെയർ, ടാലന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉൾപ്പെടെയുള്ളവയും നാഫിസ് പദ്ധതിയുടെ ഭാഗമാണ്. സ്വകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് യോജിക്കുന്ന ജോലി കണ്ടെത്താൻ പൗരന്മാരെ സഹായിക്കുന്നതുൾപ്പെടെയുള്ള സമഗ്രമായ പദ്ധതിയാണ് നാഫിസ്. നാഫിസ് നടപ്പിലാക്കി 4 വർഷം പൂർത്തിയാകുമ്പോൾ UAE-യിലെ സ്വകാര്യ തൊഴിൽ മേഖലയിൽ സ്വദേശി പങ്കാളിത്തം ഗണ്യമായി വർദ്ധിച്ചുവെന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. പദ്ധതിയോട് സഹകരിച്ച് സ്വദേശീവൽക്കരണ നടപടികൾ പൂർത്തിയാക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കും സംരംഭകർക്കും നാഫിസ് അവാർഡ് നൽകുന്ന രീതിയും 2022 മുതൽ തുടർന്നു വരുന്നുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. സൗദിയിലെ ജിസാൻ പ്രവിശ്യയിൽപ്പെട്ട ബനി മാലിക്കിൽ അധ്യാപികമാർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഡ്രൈവറും 4 അധ്യാപികമാരുമടക്കം 5 പേർ മരിച്ചു. പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാളുടെ നില ഗുരുതരമാണ്. അധ്യാപികമാരായ 4 പേർ സംഭവസ്ഥലത്ത് വെച്ചും ഡ്രൈവർ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയുമാണ് മരിച്ചത്. കുവൈറ്റിൽ വാഹനങ്ങളുടെ സാങ്കേതിക പരിശോധന ഉടൻ തന്നെ ഓട്ടോമാറ്റിക് സംവിധാനത്തിലേക്ക് മാറ്റുമെന്ന് ഗതാഗത വകുപ്പിലെ സാങ്കേതിക വിഭാഗം ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് അൽ നിമ്രാൻ. പരിശോധകനില്ലാതെ തികച്ചും യാന്ത്രികമായി നടത്തപ്പെടുന്ന ഈ സംവിധാനം ക്യാപിറ്റൽ ഗവർണറേറ്റിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെ ആരംഭിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ജീർണിച്ച വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നത് വഴി ഡ്രൈവർമാരുടെയും റോഡ് ഉപയോക്താക്കളുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമത കൃത്യമാണെങ്കിൽ കുറഞ്ഞ സമയത്തിനകം തന്നെ പരിശോധന പൂർത്തിയാക്കാൻ സാധിക്കും. സാങ്കേതിക തകരാറുകൾ മൂലം സംഭവിക്കുന്ന വാഹന അപകടങ്ങളുടെ ഏറ്റവും സാധാരണമായ കാരണങ്ങളിലൊന്ന് ബ്രേക്ക് നഷ്ടപ്പെടുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിലെ സുരക്ഷാ പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നടത്തിയ പരിശോധനകളിൽ 32,18,749 ഗതാഗത നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. അശ്രദ്ധരായ ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്യുകയും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച 42 പ്രായപൂർത്തിയാകാത്തവരെ ജുവൈനൈൽ പ്രോസിക്യൂഷൻ ഓഫീസിലേക്ക് അയക്കുകയും ചെയ്തു. 6 ഗവർണറേറ്റുകളിലെ ട്രാഫിക് വിഭാഗങ്ങളും ട്രാഫിക് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റും ട്രാഫിക് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. നിയമലംഘനങ്ങൾ തടയുന്നതിന് പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇത്തരം പരിശോധനകൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രമുഖ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ ഗൂഗിൾ പേ സേവനം സൗദിയിൽ ആരംഭിച്ചതായി സൗദി സെൻട്രൽ ബാങ്ക് സാമ അറിയിച്ചു. റിയാദ് എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന മണി 2020 മിഡിൽ ഈസ്റ്റ് കോൺഫറൻസിലാണ് സാമ ഇക്കാര്യം അറിയിച്ചത്. സൗദി അറേബ്യയിലെ നാഷണൽ പേയ്മെന്റ് സിസ്റ്റം മാഡ വഴിയാണ് ഗൂഗിൾ പേ പ്രവർത്തിക്കുക.
കനത്ത ചൂടിൽ നിന്നും തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുന്നതിനായി UAE നടപ്പാക്കുന്ന മധ്യാഹ്ന വിശ്രമ നിയമം അവസാനിച്ചു. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെയായിരുന്നു നിർബന്ധിതമായ ഉച്ചവിശ്രമ നിയമം UAE നടപ്പാക്കിയത്. നിയമം 99% കമ്പനികളും പാലിച്ചുവെന്ന് UAE മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. കനത്ത ചൂടുള്ള കാലാവസ്ഥയിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ 3 മണി വരെയാണ് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുള്ള വിശ്രമം നിയമത്തിലൂടെ UAE ഉറപ്പാക്കുന്നത്. കഴിഞ്ഞ 21 വർഷങ്ങളായി തൊഴിലാളി ക്ഷേമം ലക്ഷ്യമിട്ടുള്ള ഈ നിയമം UAE നടപ്പാക്കുന്നുണ്ട്. വിശ്രമിക്കുന്ന തൊഴിലാളികൾക്ക് ആവശ്യമായ തണലിടങ്ങൾ, കുടിവെള്ളം, പ്രഥമ ശുശ്രൂഷ സൗകര്യം എന്നിവ ഉറപ്പാക്കുന്നതിന് കമ്പനികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. സൗദിയിൽ AI ഉപയോഗിച്ച് വ്യക്തിഗത ഫോട്ടോയിൽ മാറ്റം വരുത്തി യഥാർത്ഥ ഉടമയുടെ സമ്മതമില്ലാതെ പുനഃപ്രസിദ്ധീകരിച്ച് പകർപ്പവകാശ നിയമം ലംഘിച്ചതിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഒരാൾക്ക് 9,000 റിയാൽ പിഴ ചുമത്തിയതായി സൗദി അതോറിറ്റി ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അറിയിച്ചു. പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട് AI സാങ്കേതിക വിദ്യകളുടെ ദുരുപയോഗത്തിൽ രാജ്യത്ത് പരസ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ ശിക്ഷയാണിത്. AI ഉപകരണങ്ങൾ ഉപയോഗിച്ച് വ്യക്തിഗത ചിത്രങ്ങളിൽ മാറ്റം വരുത്തുന്നതും പിന്നീട് അത് വാണിജ്യപരമായി ചൂഷണം ചെയ്യുന്നതും സൗദിയിലെ പകർപ്പവകാശ നിയമത്തിന്റെ വ്യക്തമായ ലംഘനമാണെന്ന് അതോറിറ്റി പറഞ്ഞു. കേൾവിശക്തി കുറവുള്ളവർക്കും ശ്രവണ സഹായികൾ ഉപയോഗിക്കുന്നവർക്കും ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ നടപടികൾ ബുദ്ധിമുട്ടില്ലാതെ പൂർത്തിയാക്കാം. 520-ലേറെ ഹിയറിംഗ് ലൂപ്പുകൾ ദുബായ് വിമാനത്താവളത്തിലെ 3 ടെർമിനലുകളിലായി സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് എയർപോർട്ട് അധികൃതർ അറിയിച്ചു. ലോകത്ത് മറ്റൊരു എയർപോർട്ടിലും കേൾവി ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് വേണ്ടി ഇത്രയേറെ ഹിയറിംഗ് ലൂപ്പുകൾ സജ്ജീകരിച്ചിട്ടില്ല. ദുബായ് വിമാനത്താവളത്തിലെ ചെക്ക് ഇൻ കൗണ്ടറുകൾ, എമിഗ്രേഷൻ കൗണ്ടറുകൾ, ബോർഡിംഗ് ഗേറ്റുകൾ, ഇൻഫോർമേഷൻ ഡെസ്കുകൾ എന്നിവിടങ്ങളിലാണ് ഹിയറിംഗ് ലൂപ്പുകൾ ഉള്ളത്. കേൾവിശക്തി കുറവുള്ളവരും ശ്രവണ സഹായി ഉപയോഗിക്കുന്നവർക്കും ഉപകാരപ്രദമാകുന്ന സംവിധാനമാണ് ഹിയറിംഗ് ലൂപ്പുകൾ. കുവൈറ്റിലെ ഫൈലക്ക ദ്വീപിനെ ലോക പൈതൃക ഭൂപടത്തിൽ കൂടുതൽ ശക്തമായി അടയാളപ്പെടുത്താൻ ലക്ഷ്യമിട്ട് രാജ്യത്തെ പുരാവസ്തു ഗവേഷണ കേന്ദ്രം ദ്വീപിനെ സാംസ്കാരിക, പ്രകൃതി, വിദ്യാഭ്യാസ, വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കാനും സംരക്ഷിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും താൽപ്പര്യമുണ്ടെന്ന് നാഷണൽ കൗൺസിൽ ഫോർ കൾച്ചർ, ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ആക്ടിംഗ് അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ മുഹമ്മദ് ബിൻ റീദ അറിയിച്ചു. 2018 ഇന്റർനാഷണൽ കൗൺസിൽ ഓൺ മോണുമെന്റ്സ് ആൻഡ് സൈറ്റ്സ് ദൗത്യ സംഘത്തിന്റെ ശുപാർശയെ അടിസ്ഥാനമാക്കി ദ്വീപിനെ ലോക പൈതൃകത്തിന്റെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്താൻ ദ്വീപിന്റെ മനുഷ്യ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുമെന്നും മുഹമ്മദ് ബിൻ റീദ കൂട്ടിച്ചേർത്തു. സൗദിയിലെ മാസ് ജിദ്ദയുടെ ബാനറിൽ നടന്ന കിളിയെ ദിക്ർപാടി കിളിയെ എന്ന ഇശൽ രാവ് വിവിധ കലാപരിപാടികൾ കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മാസ് ജിദ്ദയുടെ ബാനറിൽ കിളിയെ ദിക്ർപാട് കിളിയെ എന്ന ഈശൽ രാവ് ജിദ്ദ അരാസാത്തിലെ ഷാലിയവാഹ ഇസ്തിറാഹയിൽ ഓപ്പൺ സ്റ്റേജിൽ അരങ്ങേറി. പരിപാടിയിൽ കിളിയെ ദിക്ർപാട് കിളിയെ എന്ന ഗാനം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട മുക്കം സാജിദയും പ്രമുഖ ഗായിക അസ്മ കോട്ടക്കലും ഗാനങ്ങൾ ആലപിച്ചു. പരിപാടിയിൽ ജിദ്ദയിലെ ഗായകരായ ജമാൽ പാഷ, സോഫിയ സുനിൽ, കരീം മാവൂർ, മുംതാസ് അബ്ദുറഹ്മാൻ തുടങ്ങിയവരും ഈശൽ രാവിന്റെ ഭാഗമായി. ഏകാംഗ നാടകം, ഒപ്പന, ഡാൻസ് തുടങ്ങിയ വിവിധ പരിപാടികളും അരങ്ങേറി. പൊന്നൂസ് അവതരിപ്പിച്ച ഡാൻസ് കാണികൾ ഹർഷാരവത്തോടെ സ്വീകരിച്ചു. സംഘാടകരായ ഹസൻ കൊണ്ടോട്ടി, നൂഹ് ഭീമാപ്പള്ളി എന്നിവർ സംഘടിപ്പിച്ച പരിപാടി മാധ്യമപ്രവർത്തകൻ മുസാഫിർ ഉദ്ഘാടനം ചെയ്തു. അലി തേക്കിൻതോട്, KTA മുനീർ, റോസലിൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. സുൽഫിഖ്റോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ 2 തട്ടിലായി KPCC നേതൃത്വം. പാർട്ടി നേതൃയോഗത്തിലും മാധ്യമങ്ങൾക്ക് മുന്നിലും ഒന്നും മിണ്ടാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതേസമയം സഭയിൽ വരാൻ രാഹുലിന് തടസ്സമില്ല എന്ന നിലപാട് KPCC അധ്യക്ഷൻ ഉൾപ്പെടെ ഉള്ള നേതാക്കൾ വ്യക്തമാക്കി. നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ അന്വേഷണം നടത്താൻ നേതൃയോഗത്തിൽ തീരുമാനമെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. രാഹുലിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും എന്ന രീതിയിൽ നേതൃത്വം 2 തട്ടിലായി കഴിഞ്ഞു. നിയമസഭയിൽ വരാൻ പാടില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് മറികടക്കാൻ രാഹുലിന് ലഭിച്ച പിൻബലം എതിർവിഭാഗത്തിന്റേതാണ്. ഇതിൽ A ഗ്രൂപ്പിന്റെയും മറ്റു ചില മുതിർന്ന നേതാക്കളുടെയും ശക്തമായ പിന്തുണയുണ്ട്. നേതാക്കളുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് രാഹുൽ സഭയിലെത്തിയതെന്നാണ് സൂചന. MLA എന്ന നിലയിൽ സഭയിൽ വരുന്നതിൽ തടസ്സമില്ല എന്ന് KPCC അധ്യക്ഷൻ വ്യക്തമാക്കുകയും ചെയ്തു. മറുപടി പറഞ്ഞുതരാം. പാർട്ടി സസ്പെൻഡ് ചെയ്താൽ അയാളുമായിട്ട് സംസാരിക്കാൻ പാടില്ലെന്ന്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയല്ല. MP രാഘവനോട് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തതല്ല. കോൺഗ്രസ്
ഒരു പാർട്ടി പ്രവർത്തനോട് ചെയ്യാം. കെ മുരളീധരൻ, MM ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കളാകട്ടെ രാഹുൽ സഭയിൽ വരുന്നത് കോൺഗ്രസിനെ ബാധിക്കുന്ന വിഷയമല്ല എന്ന രീതിയിൽ പ്രതികരിച്ചെങ്കിലും രമേശ് ചെന്നിത്തല യാതൊരു പ്രതികരണത്തിനും തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. തുടക്കത്തിൽ രാഹുലിനെതിരെ കടുത്ത നിലപാടെടുത്തതിനാൽ എ ഗ്രൂപ്പും രാഹുൽ അനുകൂലികളും ചെന്നിത്തലയിൽ നിന്ന് അകലം പാലിക്കുന്നുവെന്നാണ് സൂചന. എന്നാൽ ഏവരും കാത്തിരുന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് നിർണായകമാണ്. പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിലും നേതൃയോഗത്തിലും മൗനം പാലിക്കുന്ന VD സതീശനെയാണ് ഇന്ന് കാണാനായത്. നേതൃയോഗത്തിൽ രാഹുൽ വിഷയം തൊടാൻ പോലും സതീശൻ തയ്യാറായില്ല. എന്നാൽ നിലപാട് വ്യക്തമാക്കേണ്ട വർക്കിംഗ് പ്രസിഡന്റുമാർ നിശബ്ദത പാലിക്കുന്നതിനെ യോഗത്തിൽ VT ബൽറാം വിമർശിച്ചു. അതോടൊപ്പം നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണത്തിൽ ശക്തമായ നടപടി വേണമെന്നും ആവശ്യമുയർന്നു. കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെല്ലിന് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കും. VT ബൽറാമിന്റെ നേതൃത്വത്തിലുള്ള സമിതിക്കാണ് ചുമതല. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സജീവമാകുമെന്നാണ് സൂചന. ശനിയാഴ്ച പാലക്കാട് എത്താൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ തടയാനായി DYFയും BJPയും രംഗത്തുണ്ട്. രാഹുലിനെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിവാദങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. രാഹുൽ പ്രതിപക്ഷ നിരയിൽ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ പ്രത്യേകം ബ്ലോക്കിലാണ് ഇരുന്നത്. സമ്മേളനം കഴിഞ്ഞ് മടങ്ങുന്നതുവരെ സഭയ്ക്കുള്ളിൽ ആരും യാതൊരു പ്രതികരണവും നടത്തിയില്ല. വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയത്. MLA ഹോസ്റ്റലിനുള്ളിൽ SFI പ്രവർത്തകർ ഉപരോധിച്ചു. തുടർച്ചയായി ഉയർന്ന ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യമായിരുന്നു ഇത്രയും നാൾ ഭരണ പ്രതിപക്ഷ നിരയിൽ ഉയർന്നുകൊണ്ടിരുന്നത്. ഒടുവിൽ എല്ലാ ആകാംക്ഷകൾക്കും വിരാമമിട്ടുകൊണ്ട് രാഹുൽ സഭയിലെത്തി. സമ്മേളനം തുടങ്ങി 18 മിനിറ്റുകൾക്ക് ശേഷമാണ് രാഹുൽ സഭയിലെത്തിയത്. പുലർച്ചെ 4 മണിയോടെ പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ട രാഹുൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിനൊപ്പമാണ് വന്നത്. സഭയിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. VSനെ അനുസ്മരിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സഭയ്ക്കകത്തേക്ക് രാഹുൽ പ്രവേശിച്ചത്. പ്രതിപക്ഷ നിരയുടെ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ പ്രത്യേക ബ്ലോക്കായി ഇരിപ്പിടം. സ്വതന്ത്ര MLA ആയിരുന്ന PV അൻവറിന്റെ ഇരിപ്പിടമാണ് രാഹുലിന് ലഭിച്ചത്. രാഹുൽ എത്തി മടങ്ങുന്നത് വരെയും ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. സമ്മേളനത്തിന് ശേഷം MLA ഹോസ്റ്റലിലേക്ക് മടങ്ങി. തുടർന്ന് അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ SFI പ്രവർത്തകർ MLA ഹോസ്റ്റലിനുള്ളിൽ രാഹുലിനെ ഉപരോധിച്ചു. ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം ആദ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയത്. അടൂരിലെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന രാഹുൽ പാലക്കാട് തന്റെ മണ്ഡലത്തിൽ പോലും എത്തിയിരുന്നില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിവാദ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ സഭയിൽ പ്രതിഷേധിക്കാൻ തയ്യാറെടുക്കുന്ന വേളയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവ് പ്രതിപക്ഷ നിരയെ കടുത്ത പ്രതിരോധത്തിലാക്കുന്നു. പ്രതിപക്ഷ നേതാവിന്റെ വിലക്ക് ലംഘിച്ച് രാഹുൽ സഭയിലെത്തിയെന്നതും ഭരണപക്ഷത്തിന് കിട്ടിയ ഏറ്റവും വലിയ ആയുധമാണ്. അതേസമയം താൻ നേതൃത്വത്തെ ധിക്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ രാഹുൽ പക്ഷെ നാളെ മുതൽ സഭയിൽ ഉണ്ടാകുമോ എന്നതിൽ വ്യക്തത വരുത്താൻ തയ്യാറാകുന്നില്ല. തുടക്കം മുതൽ കടുത്ത നിലപാടെടുത്ത പ്രതിപക്ഷ നേതാവിന്റെ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത്. കോൺഗ്രസിനുള്ളിൽ വലിയൊരു വിഭാഗത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്ന രാഹുൽ ആ പിൻബലത്തിലാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനൊപ്പം സഭയിൽ വന്നത്. ഈ വിഷയത്തിൽ നേതൃത്വത്തിന്റെ നിലപാട് യൂത്ത് കോൺഗ്രസ് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന സന്ദേശം കൂടി നൽകുന്നു. നാളെ നിയമസഭ പൂർണ്ണതോതിൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ നിരവധി വിവാദ വിഷയങ്ങളിലാണ് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത്. പക്ഷേ ഓരോന്നായി പുറത്തെടുക്കുമ്പോഴും പിൻബെഞ്ചിൽ പ്രത്യേക ബ്ലോക്കായിരിക്കുന്ന രാഹുലിനെ ചൂണ്ടിക്കാട്ടി ഭരണപക്ഷം മേൽക്കൈ നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുലിനെ തള്ളാനോ കൊള്ളാനോ കഴിയാതെ പ്രതിപക്ഷ നിര നിശബ്ദമായിരിക്കുന്നതും ഭരണപക്ഷത്തിന്റെ നേട്ടമാണ്. പ്രതിപക്ഷ നേതാവിന്റെ വിലക്ക് ലംഘിച്ച് സഭയിലെത്തിയ രാഹുൽ ഭരണപക്ഷത്തിന് വീണ്ടും ഒരു ആയുധം നൽകുന്നു. അതേസമയം താൻ നേതൃത്വത്തെ ധിക്കരിച്ചിട്ടില്ല എന്നും സസ്പെൻഷനിലായതിനാൽ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിട്ടില്ല എന്നും വിശദീകരിക്കുന്ന രാഹുൽ പക്ഷേ നാളെ മുതൽ സഭയിൽ ഉണ്ടാകുമോ എന്ന് വ്യക്തമാക്കുന്നുമില്ല. ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ളൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല ഞാൻ. സ്വന്തം പാർട്ടിയിൽ പോലും ഉറച്ച നിലപാടെടുക്കാൻ കെൽപ്പില്ലാത്ത പ്രതിപക്ഷ നേതാവെന്ന പ്രതിച്ഛായയാകും ഭരണപക്ഷം സഭയിൽ VD സതീശനെതിരെ ആയുധമാക്കുക. മുകേഷ് MLAയും AK ശശീന്ദ്രനും ഉൾപ്പെടെ പ്രതിപക്ഷത്തിന് ചൂണ്ടിക്കാട്ടാൻ ഭരണപക്ഷ നിരയിൽ അംഗങ്ങളുണ്ടെങ്കിലും പക്ഷേ അതൊന്നും പ്രത്യേക ബ്ലോക്കിലിരിക്കുന്ന രാഹുലിന് പകരമാകില്ല. തുടർച്ചയായി ഉണ്ടാകുന്ന പോലീസ് അതിക്രമങ്ങളും ആരോഗ്യവകുപ്പിലെ സിസ്റ്റത്തിന്റെ തകരാറും സർക്കാർ ഗവർണർ പോരും തൃശൂരിൽ നിന്നും പുറത്തുവന്ന ശബ്ദരേഖയുമടക്കം നിരവധി വിഷയങ്ങളിലാണ് നാളെ മുതൽ സഭാതലം പ്രക്ഷുബ്ധമാകുക. പക്ഷേ അപ്പോഴും പ്രതിപക്ഷ നിരയിൽ നിന്നും മാറി പ്രത്യേക ബ്ലോക്കായിരിക്കുന്ന
രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉയർത്തിയാകും ഭരണപക്ഷം പ്രതിരോധം തീർക്കുക. സഭാ കവാടത്തിന് മുന്നിൽ നിന്ന് ക്യാമറാമാൻ സുനിലിനൊപ്പം ആൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ SHO UK ഷാജഹാനെ സ്ഥലം മാറ്റി. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റം. മുഖംമൂടി ധരിപ്പിച്ച KSU നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയ നടപടിയിൽ CIക്ക് വീഴ്ച പറ്റിയെന്ന സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോവിയുടെ റിപ്പോർട്ട് ലഭിച്ചയുടൻ ഷാജഹാനെ അടിയന്തരമായി പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി SHO സ്ഥാനത്തുനിന്ന് നീക്കിയത്. ഇയാൾക്ക് പുതിയ ചുമതലകൾ നൽകിയിട്ടില്ല. ഒരു മാസം മുൻപ് നടന്ന SFI KSU സംഘർഷത്തിൽ 3 SFI പ്രവർത്തകർക്കും ചില KSU പ്രവർത്തകർക്കും പരിക്കേറ്റു. ഇതിനെ തുടർന്നാണ് KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ, ജില്ലാ കമ്മിറ്റി അംഗം അല്ലമീൻ, കിള്ളിമംഗലം ആർട്സ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് KA അസ്ലം എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തത്. തുടർന്ന് ഒളിവിലായിരുന്ന 3 പ്രതികളെയും വിവിധയിടങ്ങളിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ മുഖംമൂടി ധരിപ്പിച്ചായിരുന്നു വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് ഹാജരാക്കിയത്. എന്നാൽ മുഖംമൂടി ധരിപ്പിച്ച പോലീസ് നടപടിയെ കോടതി ചോദ്യം ചെയ്തു. എന്തിനാണ് ഇവരെ മുഖംമൂടി ധരിപ്പിച്ചതെന്നായിരുന്നു കോടതി ചോദിച്ചത്. എന്നാൽ തിരിച്ചറിയൽ പരേഡ് ഉള്ളതിനാലാണ് മുഖംമൂടി ധരിപ്പിച്ചതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. തിരികെ കോടതിയിൽ നിന്നും കൊണ്ടുപോയപ്പോഴും മുഖംമൂടി മാറ്റാൻ പോലീസ് തയ്യാറായിരുന്നില്ല. തുടർന്ന് പ്രതിഷേധവുമായി കോൺഗ്രസും KSUവും രംഗത്തെത്തിയിരുന്നു. പോലീസ് തീവ്രവാദികളെ പോലെ പ്രവർത്തിക്കുന്നുവെന്നും കാക്കിയാണെങ്കിലും പാർട്ടിപ്പണിയാണ് പോലീസ് ചെയ്യുന്നതെന്നും ഷാജഹാനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. CPM പണി പാർട്ടി പ്രവർത്തനം നടത്താണ് പോലീസ് വേഷത്തിൽ. പാർട്ടി ഗുണ്ടകളെ പോലെ പെരുമാറാണ് പോലീസ് വേഷത്തിൽ. സർക്കാരിന്റെ ശമ്പളം, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം AKG സെന്ററിലും പാർട്ടി ഓഫീസുകളിലും. സർക്കാർ ശമ്പളത്തിൽ പാർട്ടി പണി എടുക്കുന്നത് അവസാനിപ്പിക്കാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്കും താല്പര്യമില്ല. കാരണം ഈ വകുപ്പിനെ ഗുണ്ടകളാണ് നയിക്കുന്നത്. പുറത്തെ ഗുണ്ടകളും അകത്തെ ഗുണ്ടകളുമാണ് ഈ വകുപ്പിനെ നയിക്കുന്നത്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. DIG ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മുഖംമൂടി മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടി. അമൃത ന്യൂസ്, തൃശൂർ. രാജ്യവ്യാപക SIR എങ്ങനെ തടയാനാകുമെന്ന് സുപ്രീം കോടതി. SIRുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾ ഹർജി നൽകിയാൽ പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞു. ബീഹാർ SIR ആയി ബന്ധപ്പെട്ട ഹർജികൾ ഒക്ടോബർ 7 വീണ്ടും പരിഗണിക്കും. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുമ്പോഴാണ് രാജ്യവ്യാപക SIRനെതിരെ ഹർജിക്കാർ രംഗത്ത് വന്നത്. എന്നാൽ രാജ്യവ്യാപക SIR എങ്ങനെ തടയാനാകുമെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ ബാങ്ചി തുടങ്ങിയ 2-അംഗ ബെഞ്ച് ചോദിച്ചു. SIRുമായി ബന്ധപ്പെട്ട പരാതികളുമായി സംസ്ഥാനങ്ങൾ വന്നാൽ പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞു. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിൽ കോടതിക്ക് പ്രശ്നങ്ങളില്ല. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് തങ്ങളുടെ പ്രശ്നമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും പരിഹാരങ്ങളും എല്ലാ ദിവസവും വിലയിരുത്തുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക അസാധ്യമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതേസമയം ജനങ്ങൾക്ക് കൂടി ബോധ്യമാകുന്ന തരത്തിൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സുതാര്യത ഉറപ്പാക്കുമെന്ന് 2-അംഗ ബെഞ്ച് വ്യക്തമാക്കി. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെ ചെയ്തുവെന്ന് ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടട്ടെ എന്നുള്ളതാണ് കോടതിയുടെ നിലപാട്. അതേസമയം വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ആധാർ കൂടി പരിഗണിക്കുന്നത് ശരിയാകില്ലെന്ന് BJP നേതാവും അഭിഭാഷകനുമായ അശ്വിനി കുമാർ ഉപാധ്യായ വ്യക്തമാക്കി. ബീഹാറിൽ ലക്ഷക്കണക്കിന് റോഹിംഗ്യൻ അഭയാർത്ഥികളുണ്ട്. 3 മാസം കൊണ്ട് ആധാർ ലഭ്യമാകുമെന്നിരിക്കെ വിദേശത്തുള്ളവർ ഉൾപ്പെടെ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുമെന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ ആധാർ വ്യാജമായി ഉണ്ടാക്കാൻ കഴിയുമെന്നതുപോലെ മറ്റു രേഖകളും വ്യാജമായി നിർമ്മിക്കാൻ കഴിഞ്ഞേക്കില്ലേ എന്ന് കോടതി ചോദിച്ചു. ഉപാധ്യായയുടെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ ഒക്ടോബർ 7 വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. ഭേദഗതി ഭാഗികമായി സ്റ്റേ ചെയ്തു. വിവാദമായ ചില വകുപ്പുകളാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ച് സ്റ്റേ ചെയ്തത്. അതേസമയം നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതി പിന്നീട് പരിഗണിക്കും. ഈ വർഷം ഏപ്രിൽ 4-നാണ് വഖഫ് നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കിയത്. ഇത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 2-അംഗ ബെഞ്ച് ഇടക്കാല ഉത്തരവിറക്കിയത്. നിയമ ഭേദഗതി ഭാഗികമായി സ്റ്റേ ചെയ്യുന്ന തരത്തിലുള്ള വിധിയാണ് പുറത്തു വന്നിട്ടുള്ളത്. നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്യാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വഖഫ് നൽകാൻ 5 വർഷം ഇസ്ലാം മതം പിന്തുടരണമെന്ന നിയമത്തിലെ വ്യവസ്ഥ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. സംസ്ഥാന സർക്കാരുകൾ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതുവരെയാണ് സ്റ്റേ. വഖഫ് സ്വത്താണോ എന്ന് തീരുമാനിക്കാനുള്ള ജില്ലാ കളക്ടറുടെ അധികാരത്തിലും സുപ്രീം കോടതി നിയന്ത്രണം ഏർപ്പെടുത്തി. കളക്ടർക്ക് പൌരന്മാരുടെ വ്യക്തിപരമായ അവകാശങ്ങൾ തീർപ്പാക്കാൻ അനുവാദമില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. തർക്കത്തിൽ തീരുമാനമാകുന്നതുവരെ ഭൂമിയുടെയോ സ്വത്തിന്റെയോ തരം മാറ്റം പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മുസ്ലിം ഇതരർക്കും അമുസ്ലിങ്ങൾക്കും വഖഫ് ബോർഡ് അംഗങ്ങളാകാമെങ്കിലും സംസ്ഥാന വഖഫ് ബോർഡിൽ
3-ൽ കൂടുതൽ അമുസ്ലിങ്ങൾ പാടില്ലെന്ന് രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കി. നാഷണൽ വഖഫ് കൗൺസിലിൽ 4 അമുസ്ലിങ്ങളെയാണ് ഉൾപ്പെടുത്താനാവുക. എക്സ് ഒഫീഷ്യോ അംഗം മുസ്ലിം ആകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അതേസമയം മുസ്ലിം ഇതര വിശ്വാസിയെയും വഖഫ് ബോർഡ് സിഇഒ ആയി നിയമിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി വിധി സ്വാഗതാർഹമെന്ന് മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ രാജ്യസഭാ എം പി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് സർക്കാരിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ്. നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാദങ്ങളെല്ലാം സുപ്രീം കോടതി അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ആശ്വാസം തന്നെയാണ്. അതേസമയം വഖഫ് രജിസ്ട്രേഷനുള്ള സമയപരിധി സുപ്രീം കോടതി നീട്ടിയിട്ടുണ്ട്. നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. ഹർജിക്കാർ ഉന്നയിച്ച ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഭരണഘടനാ ബെഞ്ചായിരിക്കും പരിഗണിക്കുക. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഏഷ്യാകപ്പിൽ ഒമാനെതിരെ UAEക്ക് 42 റൺസ് വിജയം. ആദ്യം ബാറ്റ് ചെയ്ത UAE 5 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എടുത്തു. അർദ്ധ സെഞ്ചുറി നേടിയ മുഹമ്മദ് വസീം, അലിഷാൻ ഷറഫു എന്നിവരുടെ പ്രകടനമാണ് UAEക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. മറുപടി ബാറ്റിംഗിന് ഒമാന് 130 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. UAEക്കായി ജുനൈദ് സിദ്ദിഖ് 4 വിക്കറ്റുകൾ വീഴ്ത്തി. ഏഷ്യാകപ്പിൽ ഇന്ത്യ-പാകിസ്ഥാൻ ഗ്രൂപ്പ് മത്സരം അവസാനിച്ചിട്ടും വിവാദങ്ങൾ തുടരുന്നു. മാച്ച് റഫറിക്കെതിരെ പരാതിയുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് രംഗത്തെത്തി. ടോസ് ഇടുന്ന സമയത്ത് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് കൈ കൊടുക്കരുതെന്ന് മാച്ച് റഫറി ആൻഡ് പൈക്രോഫ്റ്റ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ ആഖിയോട് ആവശ്യപ്പെട്ടുവെന്നും ഇതിൽ പ്രതിഷേധം അറിയിക്കുന്നുവെന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പ്രസ്താവനയിൽ പറഞ്ഞു. പൈക്രോഫ്റ്റിനെ പുറത്താക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ 17-ന് UAEക്കെതിരായ അടുത്ത മത്സരം ബഹിഷ്കരിക്കുമെന്നാണ് PCBയുടെ നിലപാട്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഇതോടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.